നിങ്ങൾക്കും ഒരു ഷുഗർ റിവേഴ്സ് ഫുഡിന്റെ ഡീലർ ആവാം. സുഖജീവൻ ഉൽപ്പാദിപ്പിക്കുന്ന ഷുഗർ റിവേഴ്സ് ഫുഡ് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് സപ്ലൈ ആരംഭിക്കുകയാണ്. ഇതിന് വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ആവശ്യമില്ല. അതുപോലെ സങ്കീർണമായ രജിസ്ട്രേഷൻ പ്രക്രിയകളൊന്നും വേണ്ട. റിട്ടയർ ചെയ്തവർക്കോ പ്രായമായവർക്കോ വീട്ടമ്മമാർക്കോ ആർക്കും കൂടെ ഇതിന്റെ ഭാഗമായി തീരാൻ സാധിക്കും. ഇത് വളരെ സാധ്യതയുള്ള ഒരു ബിസിനസ്സാണ്. കാരണം കേരളത്തിൽ ഇപ്പോൾ 80 ലക്ഷത്തോളം പ്രമേഹ രോഗിയുണ്ട്. 5-1 മലയാളി പ്രമേഹ രോഗിയാണ്. ഏതാണ്ട് 10,000 പേര് വെച്ച് ഓരോ മാസവും പുതുതായിട്ട് കൂട്ടിച്ചേർക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഭാവിയിൽ ഡിമാൻഡ് വർദ്ധിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്ന് പലരും ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്, മരുന്നുകൊണ്ട് മാത്രം പ്രമേഹത്തെ മാറ്റാൻ പറ്റില്ല എന്നുള്ള കാര്യം. പലരും അലോപ്പതിയിൽ നിന്ന് അതുകൊണ്ട് ആയുർവേദത്തിലേക്ക് പോകുന്നു, ചിലർ ഹോമിയോ കഴിക്കും, ചിലർ സിദ്ധ കഴിക്കുന്നു, ചിലർ കീറ്റോ ഡയറ്റിലേക്ക് പോകുന്നു. ഇങ്ങനെ പല മാർഗങ്ങൾ. ഇവരാരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഈ നമ്മൾ കൃത്യമായി ഹോസ്പിറ്റലിൽ പോകുന്നു, ടെസ്റ്റ് ചെയ്യുന്നു, മരുന്ന് കഴിച്ചാൽ ഈ പ്രമേഹം കൂടിക്കൂടി വരിക. പ്രമേഹം ആരുടെയും കുറയുന്നില്ല. കൂടുതൽ ആദ്യം ഒരു ഗുളിയായിരുന്നു, പിന്നെ 2 ഗുളിയാക്കി മാറ്റി, പിന്നെ ഇൻസുലിൻ ആകും, പിന്നെ ഇൻസുലിൻ ഗുളിയാക്കും. ഇതിങ്ങനെ കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കും. അതുപോലെ ആദ്യം പ്രമേഹം മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ കാലിന് പെരുപ്പ് വന്നു, കാലിന് മരപ്പ് വന്നു, ചെരുപ്പ് ഉരിപ്പറിയില്ലാതെ വരുന്നു, മുറിവ് വന്നാൽ ഭേദാവാതെ വരുന്നു, റെറ്റിനോപ്പതി വരുന്നു, കിഡ്നിക്ക് നെഫ്രോപ്പതി വരുന്നു, ഫാറ്റി ലിവർ വരുന്നു, ഹാർട്ടിനെ ബാധിക്കുന്നു, ഉറക്കക്കുറവ് വരുന്നു, ഓർമ്മക്കുറവ് വരുന്നു, ലൈംഗിക ശേഷി കുറഞ്ഞു, കുടുംബജീവിതം പോലും അവതാളത്തിലായിത്തീരുന്നു. കൃത്യമായി ഇങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്താലും ഉണ്ടാവുന്ന വിഷയമാണത്. ഇതിനിപ്പോൾ ഡോക്ടർമാരോ മരുന്നിനോ സിസ്റ്റത്തിൽ നിന്ന് കുറ്റം പറയല്ല. ഒരു മരുന്നുകൊണ്ട് നമുക്ക് പ്രമേഹത്തെ ഇല്ലാതാക്കാൻ സാധിക്കില്ല. പ്രമേഹം ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്, ജീവിതശൈലി രോഗമാണ്. ഇത് തെറ്റായ ആഹാരക്രമമാണ് ഈ രോഗത്തിന്റെ കാരണം. ഇതൊരു മെറ്റബോളിക് ഡിസോർഡർ ആണ്. അതുകൊണ്ട് ശരിയായ ആഹാരക്രമത്തിലൂടെ മാത്രമേ നമുക്ക് പ്രമേഹം എന്ന രോഗത്തെ കുറയ്ക്കാനോ ഇല്ലാതാക്കാനോ സാധിക്കുകയുള്ളൂ. ഇതും ചിലർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പലരും അരിഭക്ഷണം നിർത്തി ചാമയിലേക്കും റാഗിയിലേക്കും തിനയിലേക്കും മാറുന്നുണ്ട്. ചിലർ ഓട്സ് തന്നെ ആക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ചിലർ കീറ്റോ ഡയറ്റിലേക്ക് പോകുന്നുണ്ട്. ഇങ്ങനെ പല മാർഗത്തിലേക്കും പലരും പോകുന്നുണ്ട്. ഇതും ഒരു ശാസ്ത്രീയമായ സമീപനമാണെന്ന് പറയാൻ നിവൃത്തിയില്ല. ശരീരത്തിന് ആവശ്യമായ ന്യൂട്രിയൻസ് എല്ലാം കിട്ടുകയും ചെയ്യണം, കാർബോഹൈഡ്രേറ്റ് കൂടുകയും ചെയ്യരുത്. ഈ തരത്തിലുള്ള സമീപനമാണ് നമുക്ക് ആവശ്യം. അപ്പൊ ഇത്തരം ഒരു സംവിധാനമാണ്, ഇത്തരം ഒരു എഡ്യൂക്കേറ്റഡ് ചില കാര്യങ്ങളാണ് സുഖജീവൻ നേച്ചർ സെന്റർ നടത്തി വന്നിരുന്നത്. ഞങ്ങള് ഇത്തരം കുറെ ബുക്കുകൾ, ഇതൊക്കെ ഞാൻ എഴുതിയ പുസ്തകങ്ങളാണ്. അറിവാണ് ആരോഗ്യം, അറിവില്ലായ്മയാണ് രോഗം. അറിവുള്ളവർ ശരിയായ ആഹാരക്രമത്തിലും ശരിയായ വ്യായാമത്തിലൂടെയും സുഖവും സന്തോഷമായിട്ട് ജീവിക്കും. അറിവില്ലാത്തവരാണ് മരുന്നിന്റെ മാർഗത്തിൽ പോണത്. അതുകൊണ്ട് അറിവ് പങ്കുവെക്കലാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഇതെന്റെ പടം തന്നെയാണ്. അന്ന് തല കറുത്തിരുന്നുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. ഇപ്പൊ തല വെളുത്തുപോയി. അപ്പൊ ഇങ്ങനെ കുറെ ബുക്കുകൾ എഴുതി, ധാരാളം പ്രഭാഷണം നടത്തി, ഇങ്ങനെ ഒരുപാട് പ്രചരണം ഈ രംഗത്ത് നടത്തി. ഇതുകൂടാതെ ആളുകളെ പ്രമേഹമുള്ളവരെ കൊണ്ട് താമസിക്കുന്ന ഷുഗർ റിവേഴ്സ് ക്യാമ്പുകൾ, ട്രെയിനിങ് ക്യാമ്പുകൾ, ധാരാളം പേര് അങ്ങനെ ക്യാമ്പുകളിൽ വന്ന് ശരിയായ ആഹാരം കഴിച്ചും വ്യായാമം ചെയ്തൊക്കെ ഷുഗറിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. അതുകൂടാതെ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുക. ദിവസവും രാവിലെ 5 തൊട്ട് 6 വരെ, രാത്രി 7 തൊട്ട് 8 വരെ ക്ലാസ് നടക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നതാണ്. ഇപ്പൊ ഒരു വളരെ പരിമിതിയില്ല. നമുക്ക് ഈ ആധുനികമായ സംവിധാനം ഉപയോഗിച്ചിട്ട് കേരളത്തിന്റെ ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള ആളുകളെ ഇവിടെ വീട്ടിലിരുന്ന് പഠിപ്പിക്കാം. അങ്ങനെ ധാരാളം പേര് ഷുഗറിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇതിന് കൊടുക്കുന്ന, ഞാൻ ഈ ഷുഗർ ഉള്ളവർക്ക് കൊടുക്കുന്ന മരുന്ന് ഈ ഫുഡാണിത്. ഇത് മരുന്നല്ല, ഇത് ഫുഡാണ്. ഈ ആഹാരങ്ങൾ കൊടുത്തിട്ടാണ് നമുക്ക് ഷുഗർ ശരിയായ ആഹാരം കൊടുക്കും. ഫുഡ് ക്യാൻ ഹീലിംഗ്, ഫുഡ് ക്യാൻ കില്ലിംഗ് എന്ന് പറയും. ആഹാരമാണ് നമ്മുടെ രക്ഷകൻ, ആഹാരമാണ് നമ്മുടെ അന്തകൻ. തെറ്റായ ആഹാരക്രമമാണ് ഷുഗറും അതുപോലെ നമ്മുടെ അകാല വാർദ്ധക്യത്തിനും അകാല മരണത്തിനും എല്ലാം കാരണമെത്തിയത്. അപ്പൊ നമ്മൾ ശരിയായ ഡയറ്റിലേക്ക് കൊണ്ടുവരും, ഒരു ബാലൻസ്ഡ് ഡയറ്റിലേക്ക് കൊണ്ടുവരും. ഇതാണ് ചെയ്യണത്. ഈ ഫുഡാണ് നമ്മളിപ്പോ ഇങ്ങനെ, ഈ ഫുഡ് പോലുള്ള പലതരം ഫുഡുകളുണ്ട്. ഈ ഫുഡുകളാണ് ഇപ്പൊ നമ്മൾ സപ്ലൈ ആരംഭിക്കുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആർക്കും ഇതിന്റെ ഭാഗമായി തീരാൻ സാധിക്കും. നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും നമ്മൾ ചെയ്തു തരും. പിന്നെ നിങ്ങൾ ഈ രംഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഷുഗറിനെ കുറിച്ചും അതുപോലെ ഷുഗർ റിലേറ്റഡ് ഡിസീസുകൾക്കും എന്തുകൊണ്ടുണ്ടാവുന്നു, എന്തുകൊണ്ടാണ് മരുന്ന് കഴിച്ചാൽ ഷുഗർ മാറാത്തത്, എന്തുകൊണ്ടാണ് ഇത് മറ്റു രോഗങ്ങളായിട്ട് പടർന്നു പിടിക്കാൻ കാരണം, എങ്ങനെ ആഹാരം കഴിക്കണം, ഏത് ആഹാരം കഴിക്കാൻ പാടില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് വിശദമായ ക്ലാസ് നമ്മുടെ ഉണ്ടാവും. അതുകൂടാണ്ട് അതിന്റെ ധാരാളം നമ്മൾ വെബിനാറുകൾ നടത്തും. ഇങ്ങനെയുള്ള ഈ ഫുഡ് മേടിച്ച് കഴിക്കുന്നവർക്ക് വേണ്ടി വെബിനാറുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ ഈ കാര്യങ്ങളെല്ലാം, മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാവും, ഷുഗർ കൊണ്ട് കാലിന് പെരുപ്പുണ്ടാവാം, നേരത്തെ പറഞ്ഞ പല രോഗങ്ങൾ ഉണ്ടാവാം, ഷുഗർ റിലേറ്റഡ് ഡിസീസുകൾ, അനുബന്ധ രോഗങ്ങൾ, അത് മാറ്റാൻ ആവശ്യമായ ഡേറ്റ് ഒക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കും. എല്ലാം ഫ്രീ ആയിട്ട് നമ്മൾ ചെയ്യണതാണ്. പിന്നെ യൂട്യൂബിൽ തന്നെ ധാരാളം പ്രഭാഷണങ്ങളുണ്ട്, വാട്സാപ്പിൽ നമ്മളുടെ ഇതുണ്ട്. അങ്ങനെ എല്ലാ സപ്പോർട്ടും ചെയ്ത് നിങ്ങളുടെ പിറകിൽ നമ്മളുണ്ടാവും. അപ്പൊ നിങ്ങൾ ആരെങ്കിലും തയ്യാറുണ്ടെങ്കിൽ നേരത്തെ തന്നെ നമ്മളായിട്ട് മുൻകൂട്ടി ബന്ധപ്പെടുക. നമ്പർ പറയാം: 9744444326 നമ്പറിൽ വിളിച്ചിട്ട് സംസാരിച്ചാൽ മതി. നമുക്ക് ഈ
ഷുഗർ റിവേഴ്സ് ഫുഡിൻ്റെ ഒരു ഡീലറായിട്ട് മാറാൻ സാധിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്.